ഹേ ഗൈസ്, സോ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ജൂലൈ 13 റിലീസ്. സോ അതുവരെയുള്ള നമ്മുടെ സ്പൈഡർമാന്റെ ജേണി നമുക്കൊന്ന് നോക്കാം. പീറ്റർ ആദ്യമായിട്ട് വരുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്പൈഡർമാൻ സ്യൂട്ടൊക്കെ ഇട്ട് രഹസ്യമായിട്ട് ക്രൈംസ് ഒക്കെ തടയുന്ന ക്യൂൻസിൽ നിന്നുള്ള ഒരു ടീനേജറിനെ നമ്മുടെ ടോണി സ്റ്റാർക്ക് കണ്ടെത്തുന്നു. സോ പീറ്ററിന് ആളുകളെ സഹായിക്കാൻ വലിയ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ടോണി അവഞ്ചേഴ്സിനൊപ്പം ഫൈറ്റ് ചെയ്യാനായിട്ട് അവന് ജർമ്മനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ് വരുന്നത്. സോ ഒരു ഫുൾ ടൈം അവഞ്ചർ ആകാനാണ് നമ്മുടെ പീറ്ററിന്റെ ആഗ്രഹം. പക്ഷെ സ്വന്തം നാട്ടിലുള്ള ആളുകളെ സഹായിക്കുന്നതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ ടോണി അയാളോട് പറയും. സോ സ്വന്തം കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏലിയൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ ആയുധങ്ങൾ വിൽക്കുന്ന നമ്മുടെ വൾച്ചർ എന്ന വില്ലന്റെ പുറകെ നമ്മുടെ പീറ്റർ പോവുകയാണ്. സോ എന്നാൽ സാറ്റൻ ഐലൻഡ് ഫെറിയിൽ വെച്ച് പീറ്റർ കാരണം വലിയൊരു അപകടം നടക്കാൻ പോയതോടെ ടോണി അവന്റെ അഡ്വാൻസ്ഡ് സ്പൈഡർമാൻ സ്യൂട്ടൊക്കെ തിരിച്ചെടുക്കുന്നു. സോ ടോണി പീറ്ററിനോട് ആ ടൈമിൽ പറയുന്നുണ്ട്, ആ സ്യൂട്ട് ഇല്ലാതെ നീ ഒന്നും അല്ലെങ്കിൽ ആ സ്യൂട്ട് ഉപയോഗിക്കാൻ നിനക്ക് യോഗ്യതയില്ല. സോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു നോർമൽ സ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് അവൻ വൾച്ചറായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കൊണ്ട് നമ്മുടെ പീറ്ററിന്റെ ഹോം കമ്മിങ് ഡേറ്റിന്റെ അച്ഛൻ തന്നെയായിരുന്നു വൾച്ചർ എന്ന് നമ്മൾ അറിയുന്നു. സോ ആ ഒരു ഘട്ടത്തിൽ തകർന്നു വീണ ഒരു ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നൊക്കെ നമ്മുടെ പീറ്റർ കുടുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ അവനെ അവിടെ രക്ഷിക്കാൻ ആരും വരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ മാറ്റി റൈസ് ആവാനുള്ള ഒരു പവർ പീറ്റർ സ്വന്തമായിട്ട് കണ്ടെത്തുന്നുണ്ട്. സോ വൾച്ചറിനെ തോൽപ്പിക്കുന്നുണ്ട് പിന്നീട്. സോ അത് കഴിഞ്ഞ് ടോണി ഒരു അവഞ്ചർ ആകാനുള്ള ഒരു ഓഫർ തന്നെ നമ്മുടെ പീറ്ററിന്റെ ഫ്രണ്ടിൽ വെക്കുകയാണ്. പക്ഷെ സ്വന്തം നാട്ടിലെ ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാൻ ആയിട്ട് തുടരാൻ പീറ്റർ തീരുമാനിക്കുകയാണ്. പക്ഷെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ഈ കാര്യങ്ങളൊക്കെ മാറും. കാരണം താനോസിന്റെ ആർമി ന്യൂയോർക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ പീറ്റർ ഫൈറ്റിൽ ജോയിൻ ചെയ്യുകയും മാത്രമല്ല അബദ്ധത്തിൽ സ്പേസിലേക്ക് പോകുന്ന ഒരു സ്പേസ് ഷിപ്പിൽ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ടോണി അവന് അയൺ സ്പൈഡർ സ്യൂട്ട് കൊടുക്കും. മാത്രമല്ല ഒഫീഷ്യലായിട്ട് ഒരു അവഞ്ചറായി വെൽക്കം ചെയ്യുകയും ചെയ്യും. പിന്നീട് ടൈറ്റൻ പ്ലാനറ്റിൽ വെച്ച് അയൺമാനും അല്ലാതെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിക്കൊക്കെ ഒപ്പം പീറ്റർ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ താനോസ് ജയിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. അങ്ങനെ താനോസ് വിരൽ ഞൊടിക്കുമ്പോൾ ഇല്ലാതാവുന്ന ആ ഒരു ഹീറോകളിൽ ഒരാളായിട്ട് പീറ്ററും മാറുന്നു. പിന്നെ ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ കിടന്ന് പീറ്റർ പതിയെ മാഞ്ഞു പോവുകയാണ് നമ്മൾ കാണുന്നത്. ഒരു 5 വർഷത്തിന് ശേഷം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ഫൈനൽ ബാറ്റില് പീറ്റർ തിരിച്ചെത്തുന്നു. ആ ഫൈറ്റിൽ നമ്മുടെ ഹീറോസ് തന്നെ ജയിക്കുമെങ്കിലും പക്ഷെ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ നമ്മുടെ ടോണി എന്ത് ചെയ്യും, സ്വന്തം ലൈഫ് തന്നെ ബലി കൊടുക്കും. സോ തുടക്കം മുതൽ തന്നിൽ വിശ്വസിച്ച സ്വന്തം മെന്ററിനെയാണ് പീറ്ററിന് അവിടെ ലോസ് ആവുന്നത്. പിന്നീടുള്ളത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം ആണ്. അതിൽ ടോണിയുടെ മരണത്തിന്റെ സങ്കടത്തിൽ നിന്ന് പീറ്റർ ഒട്ടും മുക്തനാവുന്നില്ല. പിന്നെ സ്കൂൾ ട്രിപ്പിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ പോയി അടിച്ചു പൊളിക്കണം. പിന്നെ MJയുടെ സ്വന്തം ഇഷ്ടമൊക്കെ തുറന്നു പറയണം. ഇതൊക്കെ മാത്രമായിരുന്നു നമ്മുടെ പീറ്ററിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ നിക് ഫ്യൂറി അവനെ മറ്റൊരു മിഷനിലേക്ക് വലിച്ചിഴക്കുകയാണ് അവിടെ. അങ്ങനെ പീറ്റർ മിസ്റ്റീരിയോ എന്ന പുതിയൊരു ഹീറോയെ പരിചയപ്പെടും. സോ പീറ്റർ അടുത്ത അയൺമാൻ ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സോ ആ ഒരു വലിയ പ്രഷർ താങ്ങാനാവാതെ ടോണിയുടെ പവർഫുൾ ഡ്രോൺ സിസ്റ്റം പീറ്റർ മിസ്റ്റീരിയോയ്ക്ക് കൈമാറുന്നു. സോ അതൊരു വലിയ അബദ്ധമായിരുന്നു. സൂപ്പർ ഹീറോ ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് വ്യാജ ഹോളോഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മുൻ സ്റ്റാർക്ക് ജീവനക്കാരനായിരുന്നു നമ്മുടെ ഈ മിസ്റ്റീരിയോ. സോ ഹാപ്പി ഹോഗനുമായിട്ട് സംസാരിച്ച ശേഷമാണ് നമ്മുടെ പീറ്റർ അടുത്ത അയൺമാൻ ആകാൻ ടോണി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. സോ പീറ്റർ ഏറ്റവും മികച്ച സ്പൈഡർമാൻ ആകണമെന്നായിരുന്നു ടോണിയുടെ ആഗ്രഹം. പീറ്റർ പുതിയൊരു സ്യൂട്ട് ഉണ്ടാക്കുന്നു. മാത്രമല്ല മിസ്റ്റീരിയോയെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സേവ് ചെയ്യുന്നു ലാസ്റ്റ്. പക്ഷെ മരിക്കുന്നതിന് മുന്നേ മിസ്റ്റീരിയോ പീറ്ററിന്റെ സീക്രട്ട് ഐഡന്റിറ്റി നമ്മുടെ ലോകം മുഴുവനായിട്ട് വെളിപ്പെടുത്തുകയാണ്. സോ അറ്റാക്കുകളുടെ കുറ്റം സ്പൈഡർമാന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ളത് സ്പൈഡർമാൻ നോ വേ ഹോം ആണ്. സോ അതിന്റെ തുടക്കത്തിൽ തന്നെ പീറ്ററിന്റെ ജീവിതം ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട്. കാരണം അവനാണ് സ്പൈഡർമാൻ എന്ന് എല്ലാവർക്കും അത് റിവീൽ ആവുന്നുണ്ട്. മാത്രമല്ല MJക്ക് നെഡിനും പോലും നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തുന്നു. മാത്രമല്ല താനാണ് സ്പൈഡർമാൻ എന്ന കാര്യം എല്ലാവരെയും മറപ്പിക്കാനുള്ള ഒരു സ്പെല്ല് ചെയ്യണമെന്ന് പീറ്റർ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയുന്നുണ്ട്. പക്ഷെ പീറ്റർ ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുത്തിയത് കാരണം ആ സ്പെല്ല് ഫുള്ള് പാളിപ്പോവുകയാണ്. മാത്രമല്ല തെറ്റിപ്പോയ ആ ഒരു സ്പെല്ല് മറ്റു യൂണിവേഴ്സുകളിലെ വില്ലന്മാരെ MCUയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരെ തിരിച്ചയക്കുന്നതിന് പകരം അവരെ ക്യൂർ ചെയ്ത് മറ്റൊരു അവസരം കൊടുക്കാനാണ് നമ്മുടെ പീറ്റർ ശ്രമിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല അവിടെ. ഗ്രീൻ ഗോബ്ലിൻ അറ്റാക്ക് ചെയ്യുന്നു. മാത്രമല്ല ആന്റി മെയ് കൊല്ലപ്പെടുന്നു. സോ മരിക്കുന്നതിന് മുന്നേ ഓരോ സ്പൈഡർമാനും ജീവശ്വാസമായിട്ട് കടന്ന ആ വാക്കുകൾ അവർ പീറ്ററിനോട് പറയാണ്, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ദേഷ്യം കാരണം പീറ്ററിന് കൺട്രോളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ടോബിയുടെ ആൻഡ്രൂവിന്റെ ഒക്കെ സപ്പോർട്ടോടുകൂടെ പ്രതികാരം ചെയ്യുന്നതിന് പകരം വില്ലന്മാരെ രക്ഷിക്കാൻ അവരെ തീരുമാനിക്കുന്നു.
തകരാറിലായ നമ്മുടെ മൾട്ടിവേഴ്സ് ശരിയാക്കാൻ പീറ്റർ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്രിഫൈസ് അങ്ങനെയാണ് ചെയ്യുന്നത്. പീറ്റർ പാർക്കർ എന്നൊരാൾ ജീവിച്ചിരിക്കുന്നതായിട്ട് പോലും എല്ലാവരും മറന്നു പോകാനുള്ള സ്പെല്ല് ചെയ്യാൻ അവൻ ഡോക്ടർ സ്ട്രേഞ്ചിനോട് ആവശ്യപ്പെടുന്നു. സോ സിനിമയുടെ അവസാനം പീറ്റർ കംപ്ലീറ്റ്ലി ഒറ്റപ്പെടുകയാണ്. ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, അവഞ്ചേഴ്സ് ഇല്ല, ആരുമില്ല. ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്പൈഡർമാൻ സ്യൂട്ടും മാത്രം. അങ്ങനെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേക്ക് മുന്നേ പീറ്ററിന്റെ കഥ ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നെ എന്താ നമുക്ക് അറിയാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പീറ്ററിന്റെ ശരീരത്തിൽ വിചിത്രമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. മാത്രമല്ല DNA എന്തൊക്കെയോ ഒരു അപകടമായിട്ടുള്ള രീതിയിൽ മ്യൂട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ബ്രീസ് ബാനർ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്രാൻഡ് ന്യൂ ഡേ കാണാൻ. സോ നിങ്ങളുടെ പ്രഡിക്ഷൻസും എക്സ്പെക്ടേഷൻസ് ഒക്കെ കമന്റിൽ ഇട്ടോളൂ. So till next video, bye bye.